പരസ്യ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകി. അതിന് പിന്നാലെ നേതാക്കൾ തന്നെ 3 പേരും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി അത് വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പരസ്യ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണമെന്ന നേതാക്കളുടെ നിർദ്ദേശത്തിന് പിന്നാലെ തെരുവിലിറങ്ങുന്നത് അവസാനിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഇന്നലെ രാത്രിയിൽ തന്നെ KPCC ആസ്ഥാനത്തെ ഫ്ലക്സ് ബോർഡുകൾ പ്രവർത്തകർ നീക്കം ചെയ്തിരുന്നു. സംസ്ഥാനത്തെ VD സതീശൻ അനുകൂല പ്രകടനങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് ഹൈക്കമാൻഡ് രേഖപ്പെടുത്തിയത്. പദവി നോക്കാതെ അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. പരസ്യ പ്രതികരണങ്ങളിലും ഫ്ലക്സ് ബോർഡ് യുദ്ധവും പ്രകടനങ്ങളും അവസാനിപ്പിച്ച സ്ഥിതിക്ക് കൂടുതൽ നടപടികൾ ഇനി ഉണ്ടായേക്കില്ല. TV പ്രസാദും അർജുൻ മട്ടന്നൂരും ചേരുന്നു. ആദ്യം TV പ്രസാദിലേക്ക്. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഇന്നലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ദീപാദാസ് മുൻഷിയും മറ്റ് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നിരന്നെന്ന് വന്നപ്പോൾ നമ്മൾ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ പറഞ്ഞത് 3 നേതാക്കളെയും കൊണ്ട് പറയിപ്പിച്ചത് ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് അണികൾക്ക് നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് പലയിടത്തും ഇത്തരത്തിലുള്ള ഫ്ലക്സുകളടക്കം അവർ തന്നെ ആരോപണം വെച്ചത് അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിപ്പിക്കുന്നതും കണ്ടു. എന്തായാലും ആ പരസ്യ പ്രതിഷേധങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? എന്താണ് നിലവിലെ സാഹചര്യം? ഒപ്പം ഈ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണല്ലോ അണികൾ. ശ്രുതി, റിജിത്ത്, ഗുഡ് മോർണിംഗ്. ഹൈക്കമാൻഡ് വടിയെടുത്തതോടുകൂടി പ്രവർത്തകരെല്ലാം, തെരുവിലിറങ്ങിയ പ്രവർത്തകരെല്ലാം നല്ല കുട്ടികളായി എന്നുള്ളതാണ് ഒരൊറ്റ മണിക്കൂർ കൊണ്ട്. ഇന്നലെ രാത്രി തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെ, പ്രത്യേകിച്ച് KPCC ഓഫീസിന് മുന്നിൽ പരസ്പരം വെച്ച ഫ്ലക്സുകൾ അവർ തന്നെ എടുത്തു കൊണ്ടുപോകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനിടയിലാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം വലിയ പ്രകടനം ഉണ്ടായിരുന്നത്. അത്തരം പ്രകടനങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഹൈക്കമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വലിയ തന്ത്രപരമായ ഒരു നീക്കമാണ് ഇന്നലെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതായത് കടിച്ചവരെ കൊണ്ട് തന്നെ വിഷമർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ 3 നേതാക്കളെയും കൊണ്ടുവന്ന് നിർത്തി 3 നേതാക്കളും അവരുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആരും ഇനി തെരുവിലിറങ്ങേണ്ടതില്ല, ഫ്ലക്സ് ബോർഡുകൾ വെക്കേണ്ടതില്ല എന്ന് അവർ തന്നെ പറഞ്ഞതിന് പിന്നാലെ പ്രവർത്തകരെല്ലാം അടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രവർത്തകരുടെ ഈ പറയുന്ന അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയുള്ള അത്തരം പ്രകടനങ്ങൾ ഇനി നഗരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഫ്ലക്സ് ബോർഡുകൾ ഏതാണ്ട് പൂർണ്ണമായും നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് എല്ലായിടത്തും നീക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മറിച്ചായിരുന്നു എങ്കിൽ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഇരുവിഭാഗങ്ങളും ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതായിരുന്നില്ല, ഇന്നലെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനുവേണ്ടി എല്ലാവരും കോപ്പുകൂട്ടിയിരിക്കുകയും ചെയ്തു. പക്ഷേ അത് ഇന്നലെ ഉണ്ടായില്ല. തന്ത്രപരമായ നീക്കത്തിലൂടെ അത് ഇന്നത്തേക്കോ നാളത്തേക്കോ പ്രഖ്യാപനം മാറ്റിവെച്ചതോടുകൂടി അണികളെ ഇനി തെരുവിൽ ഇറക്കാതിരിക്കാനുള്ള സംവിധാനം കോൺഗ്രസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ശ്രുതി, റിജിത്ത്. ചെറിയ TV പ്രസാദ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിളക്കമാർന്നൊരു വിജയം സ്വന്തമാക്കിയിട്ടും മുഖ്യമന്ത്രി ചർച്ചകളിലൂടെ ഇങ്ങനെ പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്, നേതാക്കളുടെ ഫ്ലക്സുകൾക്ക് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്നത്, അത് വലിച്ചു കീറുന്നതൊക്കെ വലിയൊരു നാണക്കേടായി കോൺഗ്രസിന് മാറിയ ഘട്ടത്തിൽ കൂടിയാണ് നേതാക്കൾ തന്നെ പ്രവർത്തകരോട് ഇനി ഇത്തരം സമീപനം പാടില്ല, ഇത്തരം പ്രതിഷേധങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം നൽകിയത്. അതിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടലും നിർണായകമായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അർജുൻ മട്ടന്നൂർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ അച്ചടക്കത്തോടുകൂടി പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കൊടുങ്കാറ്റിന് മുമ്പുള്ള അച്ചടക്കമാണോ എന്ന സംശയമാണ് ബാക്കി. അർജുൻ മട്ടന്നൂർ. ഗുഡ് മോർണിംഗ് റിജിത്ത് ആൻഡ് ശ്രുതി. അതായത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതീക്ഷയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ തെരുവിലേക്ക് ഇറങ്ങിയ പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കില്ല എന്ന് തന്നെയാണ് സൂചന. അത്തരമൊരു ഇന്നലെ പലയിടങ്ങളിലും വലിയ പ്രതിഷേധ മാർച്ചുകളടക്കം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ഹൈക്കമാൻഡ് ഇത്തരത്തിൽ നിലപാട് കടുപ്പിച്ചതോടുകൂടി പലയിടത്തു നിന്നും ഇത്തരത്തിൽ ഈ മാർച്ച് നടത്തുന്ന പ്രവർത്തകർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പലയിടത്തും ഫ്ലക്സുകൾ വെക്കാൻ തീരുമാനിച്ച പ്രവർത്തകർ അതെല്ലാം തന്നെ വേണ്ട എന്ന് വെച്ചിരുന്നു. എന്തായാലും ഇനി പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നേരത്തെ ഹൈക്കമാൻഡ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആർക്കു വേണ്ടിയാണോ ഫ്ലക്സുകൾ വെക്കുന്നത്, ആർക്കു വേണ്ടിയാണോ തെരുവിലിറങ്ങുന്നത്, അവർക്ക് തന്നെ അത് തിരിച്ചടിയാകുമെന്ന സൂചനകൾ നൽകിയിരുന്നു. അതോടുകൂടി മറ്റ് നേതാക്കൾ ഇടപെട്ട് പൂർണ്ണമായും പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1:30 VD സതീശൻ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും ഇന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സൂചന. ഒരു പക്ഷേ ഇവർക്കൊപ്പമുള്ള നേതാക്കളൊക്കെ തന്നെ ഈ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകേണ്ട എന്നടക്കമുള്ള കാര്യങ്ങൾ നേതാക്കൾ പ്രവർത്തകരെയും മറ്റ് നേതാക്കളെയും അറിയിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഇനിയിപ്പോൾ
പ്രഖ്യാപനം പ്രവർത്തകർ കാത്തിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിന് ശേഷം ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നേതൃത്വം കണക്ക് കൂട്ടുന്നത്. അത്തരത്തിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ KPCC നേതൃത്വവും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. അത്തരമൊരു പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ നേതാക്കളും. തീർച്ചയായിട്ടും. എന്തായാലും ഇന്നലെ നേതാക്കളെ കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് പറയിപ്പിച്ചു, അച്ചടക്കത്തോടെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ അച്ചടക്കത്തോടെയായിരുന്നു പ്രവർത്തകർ ആ ഫ്ലക്സുകൾ അടക്കം നീക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടത്. പക്ഷേ ഇനിയൊരു തീരുമാനം വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണേണ്ടത്. അർജുൻ മട്ടന്നൂരും TV പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.